ഹലോ, ഇത് റോബിനാണ്. ഇത് വേറൊരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെ പരസ്യം നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇലീവേഴ്സ് എന്ന് പറയുന്ന പരസ്യം നിങ്ങൾക്ക് തരുന്ന കമ്പനിയെ പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. അതിൽ കുറച്ച് പോയിൻറ്റ്സൊക്കെ മിസ്സായി എന്നുള്ളത് ഞാൻ പിന്നീട് വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നേരത്തെ പറഞ്ഞ പോലെ ഇലീവേഴ്സിൽ നിങ്ങൾ ആദ്യം ഒന്ന് അക്കൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവണം. കാരണം അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഈ പരസ്യം തരുന്നത് ഏത് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അവർ ചോദിക്കും. അപ്പോൾ കൊടുക്കാൻ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ വിബ്ലി ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഇലീവേഴ്സിൽ വന്ന് ഇലീവേഴ്സ്.com വന്നിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, പാസ്വേഡും ഒക്കെ ഉപയോഗിച്ചിട്ട് വൺസ് ആ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിയുമ്പോൾ അവർ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ചെന്ന് നോക്കും, അതിന് എത്ര വ്യൂസ് ഉണ്ട്, നല്ലതാണോ, ഇൻഫർമേഷനുള്ള കണ്ടൻ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അവർ ഇൻ 24 hours നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആക്കി തരും. അതിന് നിങ്ങൾക്ക് ഇമെയിൽ വരും. വൺസ് ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ലോഗിൻ ചെയ്യാം. അപ്പോൾ പറയാൻ വിട്ടുപോയ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഇലീവേഴ്സുകാർ നിങ്ങൾക്ക് പേ ചെയ്യുന്നത് പേപ്പാൽ വഴിയാണ്. പേപ്പാൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പേപ്പാൽ എന്ന് പറയുന്നത് വിസയും മാസ്റ്റർ കാർഡും ഒക്കെ പോലെ തന്നെ ഒരു മണി ട്രാൻസാക്ഷന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ പേപ്പാൽ വഴിയാണ് അവർ നിങ്ങൾക്ക് പൈസ പേ ചെയ്യുന്നത്. ആളുകൾ ആവശ്യത്തിന് പരസ്യത്തെ, നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള പരസ്യത്തെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെബ്സൈറ്റ് വഴിയാണ് അവർ നിങ്ങൾക്ക് പേ ചെയ്യുന്നത്. വൺസ് നിങ്ങൾ $10 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും വന്ന് ക്ലിക്ക് ചെയ്തു, കുറേ ആയി, ഈ മാസം നിങ്ങൾ $10 നിങ്ങളുടെ ഇലീവേഴ്സ് അക്കൗണ്ടിൽ ആയാൽ അടുത്ത മാസം നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത പേപ്പാൽ അക്കൗണ്ടിലോട്ട് അവർ $10 ഇടും. അപ്പോൾ $10 മിനിമം പേ ഔട്ട്. അപ്പോൾ ഈ മാസം $5 ആയില്ലെങ്കിൽ അടുത്ത മാസം വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും, 6 ആവും, 7 ആവും. അപ്പോൾ അങ്ങനെ $10 ആവുന്ന വരെ. ഇപ്പോൾ ഈ മാസം $100 ആയോ, അടുത്ത മാസം അവർ $100 തരും. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ പേപ്പാൽ വഴിയാണ് അവർ നിങ്ങൾക്ക് പേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ 3 കാര്യങ്ങൾ വേണം. വിബ്ലിയിലൊരു അക്കൗണ്ട് വേണം, വിബ്ലി ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് വേണം. അതാദ്യമേ ഉണ്ടാക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ഇലീവേഴ്സ്.com ചെല്ലണം. നിങ്ങൾക്ക് പബ്ലിഷറായിട്ട് പരസ്യം പോസ്റ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിന് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ URL കൊടുക്കണം. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് 24 hours കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ലോഗിൻ ചെയ്ത് ഇലീവേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ പരസ്യം ഏത് ഷേപ്പിലുള്ളതാണെന്ന് തീരുമാനിച്ച് നിങ്ങളത് ബിൽഡ് ചെയ്യണം. ആ കോഡ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം നിങ്ങളുടെ വെബ്സൈറ്റിൽ, വിബ്ലി ഉപയോഗിച്ചുണ്ടാക്കിയ വെബ്സൈറ്റിൽ. അപ്പോൾ നിങ്ങൾ ഈ ഇലീവേഴ്സിന് ആപ്ലിക്കേഷൻ ഇടുമ്പോൾ തന്നെ അവർ പേപ്പാലിന് ഇൻഫർമേഷൻ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇലീവേഴ്സിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ പേപ്പാലിൽ ഒരു ഫ്രീ അക്കൗണ്ട് കൊടുക്കണം. പേപ്പാൽ ഫ്രീ ആണ്, നിങ്ങൾ പൈസ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളുടെ ബാങ്ക് ഇൻഫർമേഷൻ അവർ ചോദിക്കും, അല്ലെങ്കിൽ അവർ കാർഡ് ഇൻഫർമേഷൻ ചോദിക്കും. പക്ഷേ ഇത് സേഫാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. പേപ്പാലിൽ ഒരു അക്കൗണ്ട് വേണം, വിബ്ലിയിലൊരു അക്കൗണ്ട് വേണം, ഇലീവേഴ്സിലൊരു അക്കൗണ്ട് വേണം. ഇത് 3 ഒരുമിച്ച് പ്രവർത്തിച്ചാലേ നിങ്ങൾക്ക് പറയുന്ന പൈസ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആദ്യം വിബ്ലി ചെല്ലുക, നിങ്ങൾക്ക് വേണ്ട വെബ്സൈറ്റ് നിങ്ങൾ ഉണ്ടാക്കുക. ഇലീവേഴ്സ് ചെല്ലുക, ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പരസ്യങ്ങൾ ഉണ്ടാക്കുക, അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുക. വൺസ് $10 ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ മാസത്തിൻ്റെ പുതിയ മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് $10 കഴിഞ്ഞ മാസം ആയിട്ടുണ്ടെങ്കിൽ ആ $10 നിങ്ങളുടെ പേപ്പാൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും ഓട്ടോമാറ്റിക്കലി. അതിന് നിങ്ങൾ ആരോടും ഒന്നും പറയുകയോ ചോദിക്കുകയോ ഒന്നും വേണ്ട. അത് ഓട്ടോമാറ്റിക്കലി $10 എങ്കിൽ $10, $100 എങ്കിൽ $100 അത് ക്രെഡിറ്റഡ് ആവും. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മെസ്സേജുകൾ അയക്കുക സംശയങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു.